ക്രൂശിതനായ ക്രിസ്തുവിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് നാം ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കുകയാണ്. ലോകമാസകലമുള്ള ക്രൈസ്തവർ പരിപാവനമായി കണക്കാക്കി ഒത്തിരിയേറെ ഭക്തിയോടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ ആരാധനാക്രമത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. പലപ്പോഴും ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഒത്തിരിയേറെ ദുഃഖം കലർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെയുള്ള നമുക്ക് ദുഃഖങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. പ്രത്യേകിച്ച് ഒരാളെക്കുറിച്ചുള്ള ഒരു മരണവാർത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒത്തിരിയേറെ വിഷമമുണ്ടാകും. പക്ഷെ അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാകുമ്പോൾ, അടുത്തുള്ളവരൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു നൊമ്പരത്തിൻ്റെ വേദനയുടെയൊക്കെ കാഠിന്യം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നേ ദിവസം നമ്മളേറെ സ്നേഹിക്കുവാനായി കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് മിശിഹ അതിദാരുണമായി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ഒരു വലിയ ദുഃഖമുണ്ട്. ഈ ഒരു ദുഃഖത്തിന് യാതൊരു മാറ്റവുമില്ല. ഒത്തിരിയേറെ സഹനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈശോയുടെ ഈ ഒരു പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുക. വീണ്ടും നമ്മൾ കാണുന്നത് ഈ ഒരു കാര്യം ഇത്രമാത്രം വേദനയോടെ നമ്മൾ കാണുമ്പോൾ കണ്ണു നനയാതെ അല്ലെങ്കിൽ അനുതാപമൊന്നുമില്ലാതെ ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. ഈശോയെക്കുറിച്ച് പറഞ്ഞത് 1000 സൂര്യ തേജസ്സോടെ ശോഭിക്കുന്നവനായിട്ടാണ് ഈശോയെ പ്രവാചകന്മാർ സൂചിപ്പിച്ചത്. പക്ഷേ പീഡാസഹന വേളയിൽ ഈശോയെ നോക്കിയവരെല്ലാം മുഖം തിരിച്ചു. അത്രമാത്രം ഈശോയുടെ മുഖം വികൃതമായി. യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞ ആ ഒരു വലിയ പ്രവചനം, അവനെ നോക്കിയവരെല്ലാം അവരിൽ നിന്ന് മുഖം തിരിച്ചു എന്നവർ. അത്രമാത്രം അവരുടെ ഈശോയുടെ മുഖം അത്രമാത്രം വിരൂപമായി വികൃതമായി എന്നാണ്. മാനുഷികമായ ചിന്തകളിലൂടെ ഈശോയുടെ ജീവിതവും പീഡാസഹനവും ഒക്കെ ധ്യാനിക്കുമ്പോൾ സങ്കടക്കടലിൽ നീന്തി തുടിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും. ഇംഗ്ലീഷിൽ ഇന്നത്തെ ദിവസത്തിന് പറയുന്നൊരു പേരാണ് ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ നല്ല വെള്ളി. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ മാനുഷികമായ ഒരു കണ്ണുകളിലൂടെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളായിട്ട് കണക്കാക്കുവാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ ഒരു രക്ഷാകര സംഭവങ്ങളെ കാണണമെന്നുള്ള കാര്യമാണ് പഠിപ്പിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദുഃഖം മാറി നല്ല വെള്ളിയായിട്ട് മാറും. ഓരോ ക്രൈസ്തവൻ്റെ ജീവിതവും അപ്രകാരം ആയിത്തീരുവാൻ വേണ്ടിയുള്ള വെള്ളിയാണ്. അതായത് ദുഃഖവെള്ളിയിൽ നിന്ന് നല്ല വെള്ളിയിലേക്കുള്ള പ്രയാണം. അതായത് മാനുഷികമായ സഹനങ്ങൾക്കും അപ്പുറത്ത് ദൈവം ഒരുക്കുന്ന ആ ഒരു വലിയ രക്ഷാകരമായ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ തിരിച്ചറിയുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ നല്ല വെള്ളിയുടെ ആ ഒരു വലിയ അനുഭവം സ്വന്തമാക്കുന്നവരായിട്ട് മാറും. വീണ്ടും ഈ ഒരു വലിയ അനുഭവം, നല്ല വെള്ളിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറെ ധ്യാനിക്കുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പറ്റത്തില്ല. മറിച്ച് ദൈവത്തോട് ചേർന്നുള്ള ജീവിതമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറും. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോയുടെ പീഡാസഹനങ്ങളെ ഏറ്റവും ശക്തമായി ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ ആ ഒരു വലിയ രക്ഷാകര പദ്ധതിയിൽ നമ്മൾ പങ്കുചേരണമെന്നുള്ളത് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഇതിന് ശേഷം കുരിശു വന്ദനമൊക്കെ ഉണ്ട്, കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകും. യാതൊരു മാറ്റമോ അല്ലെങ്കിൽ ഒരു അനുതാപമോ അല്ലെങ്കിൽ ക്രിസ്തുവിന് നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെ ഒന്ന് ആഴമായി ധ്യാനിക്കാതെ നമ്മൾ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആഴത്തിൽ നമ്മളെ സ്പർശിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർത്തെടുത്തു കഴിഞ്ഞാൽ
ഒരിക്കലും ഈശോയെ ഉപേക്ഷിച്ച് പോകുന്നവരല്ല, മറിച്ച് ഈശോയുടെ സ്വന്തമായിട്ട് എന്നും വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും ഒന്നാമത്തെ കാര്യം, ഒന്നാമതായിട്ട് ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എനിക്കും നിനക്കും വേണ്ടി മരിച്ച് നമ്മുടെ രക്ഷ നേടിത്തന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എനിക്കും നിനക്കും വേണ്ടി മരിച്ച് നമുക്ക് ഓരോരുത്തർക്കും രക്ഷ നേടിത്തന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ ബോധ്യങ്ങളിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും വളരണമെന്നുള്ള കാര്യം ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ട് കാൽവരിയുടെ നെറുകയിൽ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് ദൈവം പറഞ്ഞ കാര്യമാണ്, മനുഷ്യപുത്ര, നിന്നെ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു, മകനെ മകളെ ഞാൻ നിന്നെ ഇത്ര അധികമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ ദൈവം വിളിച്ചു പറഞ്ഞ ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം പറയുന്നത്, ദൈവം ലോകത്തെ ഇത്ര അധികമായി സ്നേഹിച്ചു തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് നമ്മളിൽ ആരും നശിച്ചു പോകാതെ നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഇത്ര അധികമായി സ്നേഹിച്ചു. സുവിശേഷം മുഴുവനും ഇത്രമാത്രം സംക്ഷിപ്തമായിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ്. അതായത് ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച സ്നേഹം, അതിൻ്റെ പാരമ്യമാണ് നമ്മൾ കാൽവരിയിൽ കാണുക. കാൽവരിയിൽ ഈശോ മൂന്നാണികളിൽ തൻ്റെ ജീവൻ ബലി കഴിക്കുമ്പോൾ അത്രമാത്രം വേദനകൾ സഹിച്ച്, പാടുപീടകൾ സഹിച്ച് ഈശോ മരിക്കുമ്പോൾ അതിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞു വെക്കുന്ന കാര്യം, മകനെ മകളെ ഞാൻ നിന്നെ ഇത്ര അധികമായി സ്നേഹിക്കുന്നു. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രാജാവിൻ്റെ കഥ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കാനിടയാണ്. രക്ഷാകര പദ്ധതിയുമായിട്ട് ഒത്തിരിയേറെ സാമ്യം തോന്നിയൊരു കഥയാണ്. ഒരിക്കലൊരിടത്തൊരു രാജാവുണ്ടല്ലോ, വളരെ ജനപ്രിയനായിരുന്ന ഒരു രാജാവ്. രാജാവിൻ്റെ സവിശേഷതകൾ, അദ്ദേഹം എല്ലാവരോടും സ്നേഹമായിരുന്നു, എല്ലാ പ്രജകളോടും സ്നേഹമുള്ള ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എല്ലായിടത്തും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്, ആർക്കും എന്നും പറയാം. അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും രാജാവിൻ്റെ ഭാഗത്തു നിന്നും നല്ല ഭരണമൊക്കെ കാഴ്ചവെച്ച് എല്ലാവർക്കും പ്രിയങ്കരനായി ജീവിച്ചിരുന്നൊരു രാജാവ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാജഭരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മകൻ രാജകുമാരൻ എല്ലാ രീതിയിലും ആളുകളെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്ത്രീകളെ വഴി നടത്താതിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരിയേറെ ആക്രമണങ്ങൾ എല്ലാവരിലേക്കും കൊടുക്കുന്നു. പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരൊക്കെ ഒത്തിരിയേറെ അവരെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ആർക്കും ഒന്നും എതിർത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം രാജകുമാരനാണ്, അതുകൊണ്ട് ആർക്കും തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഈ സഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വേദനകളെല്ലാം സഹിച്ച് അവസാനം ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കാര്യങ്ങൾ രാജാവിൻ്റെ മുമ്പിൽ എത്തിക്കാനായിട്ട് പരിശ്രമിക്കാം. മന്ത്രിമാരെല്ലാം പേടിയോടും ഭയത്തോടൊക്കെ ഈ രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, രാജാവേ, നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രശ്നം, ഒരാൾ ശക്തമായിട്ട് നമ്മുടെ ആളുകളെയൊക്കെ ആക്രമിക്കുകയും ഒത്തിരിയേറെ ബുദ്ധിമുട്ടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് സമാധാനം പോകുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ പിടിച്ച് അവനെ തക്കതായ ശിക്ഷ കൊടുക്കണം, നീതിയോടെ പെരുമാറണമെന്നുള്ള കാര്യം രാജാവ് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒത്തിരിയേറെ ഭയത്തോടെ മന്ത്രിമാർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അത് വേറെ ആരുമല്ല, നമ്മുടെ രാജകുമാരനാണ്. നമ്മുടെ രാജകുമാരനാണ് ഇത്രയും ഈ ആളുകളെ ഇത്രമാത്രം വിഷമിപ്പിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന് വലിയ സങ്കടമായി, ഒത്തിരി ഏറെ നൊമ്പരമായി. പക്ഷേ രാജാവ് പറഞ്ഞ കാര്യം, നീതിയോടെ പ്രവർത്തിക്കുന്നവനായതുകൊണ്ട് രാജാവ് തീരുമാനമെടുത്തു, രാജകുമാരൻ ചെയ്ത തെറ്റിന് രാജകുമാരന് തക്കതായ ശിക്ഷ കൊടുക്കും. അങ്ങനെ രാജാവ് ശിക്ഷ വിളംബരം ചെയ്തു. അതായത് കൊട്ടാരത്തിൻ്റെ നടുക്കുള്ള ആ ഒരു വലിയ സ്ഥലത്ത് കൽത്തൂണിൽ കെട്ടി തൻ്റെ മകന് രാജകുമാരന് 100 ചമ്മട്ടി കൊണ്ടുള്ള അടി, 100 അടി കൊടുക്കാനായിട്ട് രാജാവ് വിളിച്ചു. രാജ്യം മുഴുവൻ ഇത് കാണാൻ വേണ്ടി ഓടിയെത്തിയിരിക്കുകയാണ്. എല്ലാവരും രാജകുമാരനെ ശിക്ഷിക്കുന്നത് കാണാൻ വേണ്ടി തടിച്ചുകൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ രാജകങ്കരന്മാർ ചാമ്പട്ടിയൊക്കെ എടുത്തു. നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരെങ്ങനെയാണ് അടിക്കുന്നത്. ആദ്യത്തെ അടി അടിച്ചു. രാജകുമാരൻ്റെ ദേഹത്ത് ചട്ടവാറ് കൊണ്ട് കഴിഞ്ഞപ്പോൾ അത് നിലവിളിച്ച് കരയാൻ തുടങ്ങി. രണ്ടാമത്തെ അടി കഴിഞ്ഞപ്പോൾ അവ നിലവിളിച്ച് കരയുന്നത് കണ്ടിട്ട് രാജാവിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല.
രാജാവ് ഉടനെ രാജാവിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ താഴെ ഇറങ്ങി വരിക. മകനെ ശിക്ഷിക്കുന്ന സ്ഥലത്തേക്ക് ഓടി ഇറങ്ങി. അതിനുശേഷം അവനെ പുറകിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, രാജകിങ്കരന്മാരോട് പറഞ്ഞു, ഇനിയും നിങ്ങളുടെ ശിക്ഷ തുടർന്നു കൊള്ളുക. രാജകിങ്കരന്മാരെല്ലാവരും ഒന്ന് ഭയന്നു. കാരണം അടിക്കുന്ന അടി ഇനി കൊള്ളാൻ പോകുന്നത് രാജകുമാരൻ്റെ ദേഹത്തല്ല, രാജാവിൻ്റെ ദേഹത്താണ്. അവർക്ക് മടിയായി. രാജാവ് പറഞ്ഞു, നിങ്ങൾ ശിക്ഷ തുടർന്നോളുക. കാരണം ഇനിയും അടിച്ചു കഴിഞ്ഞാൽ ഇവന് ഇത് തടയുവാനോ അല്ല ഇതിനെ അതിജീവിക്കുവാനോ ഉള്ള കഴിവില്ല. അവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനു വേണ്ടി ശിക്ഷ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം രാജാവ് തൻ്റെ മകന് വേണ്ടിയുള്ള ശിക്ഷ മുഴുവനും ഏറ്റെടുത്തുവെന്നാണ് കഥ പറഞ്ഞു വയ്ക്കുക. രക്ഷാകര സംഭവത്തിൽ മനുഷ്യ മക്കൾ ആരും നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ദൈവം മനുഷ്യവംശത്തെ പുൽകിയ സമയമാണ്. അതായത് ദൈവം മനുഷ്യൻ്റെ മേലുള്ള എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങി, സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി മനുഷ്യനെ വീണ്ടെടുത്ത ദിവസമാണ്. അതുകൊണ്ടാണ് ഇതിനെ വീണ്ടും ദുഃഖവെള്ളി എന്ന പേരിൽ ഇത് അറിയപ്പെടുക. ഈ ഒരു വലിയ സത്യം, ദൈവം മനുഷ്യനെ ഇത്രയധികമായി സ്നേഹിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുന്നവരായിട്ട് ഓരോ ക്രിസ്ത്യാനിയും മാറണം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി, അതുകൊണ്ടാണ് വചനം പറയുന്നത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് ഇത് കണ്ടില്ല എന്ന് നടിച്ച് നടക്കുന്ന സ്വഭാവമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി ദൈവം നമുക്ക് നൽകിയ രക്ഷയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി ഓരോ ക്രിസ്ത്യാനിയും മാറണമെന്നുള്ളത് ഈ ഒരു ദിവസം നമ്മളെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ഇത്രമാത്രം സഹനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പീഡകളിലൂടെയൊക്കെ പോകേണ്ടി വന്നപ്പോഴും ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നിയ സാഹചര്യത്തിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയിലൊക്കെ അബ്ബാ പിതാവ് എന്ന് വിളിച്ചിരുന്ന ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് തോന്നിയ സാഹചര്യത്തിലും തൻ്റെ നിലപാടുകൾക്ക് ഒരു മാറ്റവുമില്ലാതെ അതിലുറച്ചു നിന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുക. ആ ക്രിസ്തുവിനെ നോക്കി സുവിശേഷത്തിൽ കുരിശിന്റെ ചുവട്ട് നിൽക്കുന്ന ശതാധിപൻ പറയുന്നുണ്ട്, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. മർക്കോസിന്റെ സുവിശേഷം തന്റെ ആരംഭത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണത കാര്യം, അതിൻ്റെ ക്ലൈമാക്സ് സംഭവിക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ശതാധിപൻ പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇവൻ ദൈവപുത്രനാണെന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, അതിനേക്കാൾ ഏറ്റവും പ്രധാനമായി പിതാവായി ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് താൻ പഠിപ്പിച്ച കാര്യങ്ങളിലും താൻ വിശ്വസിച്ച കാര്യങ്ങളിലും താൻ ജീവിച്ച കാര്യങ്ങളിലുമൊക്കെ ഉറച്ച നിലപാടുകളോട് മുന്നോട്ട് പോയി. ഒരു മാറ്റവുമില്ല. സ്നേഹിക്കാൻ പഠിച്ചവൻ സ്നേഹമായിട്ട് മാറി, ക്ഷമിക്കാൻ പഠിപ്പിച്ചവൻ ക്ഷമിക്കാനായിട്ട് സാധിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവസാനത്തുള്ളി രക്തം പോലും നഷ്ടപ്പെട്ടു പോയി. ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ട്. ഈശോയ്ക്ക് അറിയായിരുന്നു. എന്നിട്ടും ഈശോ പറയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അവർ ചെയ്തതും അവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും ഈശോ പറയുകയാണ്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇതുപോലെ തൻ്റെ ജീവിതത്തിൽ നിലപാടുകൾക്ക് വേണ്ടി ദൈവത്തോട് ചേർന്ന് പിതാവായി ദൈവം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തൻ്റെ ജീവിതത്തിൽ ഉറച്ച നിലപാടുകളോട് നിലകൊണ്ട വ്യക്തിയാണ് ഈശോ. ഈശോയെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ഈശോയുടെ ജീവിതകാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരിൽ ചിലരാണ് ജോസേഫ്യൂസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒക്ടേവിയൻ എന്ന് പറയുന്ന രണ്ട് ചരിത്രകാരന്മാർ. ജോസേഫ്യൂസ്, ഫ്ലാവിയൂസ്, ഒക്ടേവിയൻ, ഈ രണ്ട് ചരിത്രകാരന്മാർ ഈശോയുടെ ജീവിതകാലത്ത് അവിടെ ഉണ്ടായിരുന്നവരാണ്. അവർ ചരിത്രം എഴുതുന്നവരാണ്. അവരെ ഈശോയെക്കുറിച്ച് പറഞ്ഞത്, ഈശോ ഒരു അത്ഭുത പ്രവർത്തകനാണ്. ഈശോ ഒരു അത്ഭുത പ്രവർത്തകനാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പുറം ലോകത്തുണ്ടായിരുന്ന ആളുകളുടെ ചിന്തകൾ മുഴുവൻ അതായത് ആ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പക്ഷേ വചനത്തിലും അതുപോലെ തന്നെ ചരിത്രത്തിലും നമ്മൾ കാണുന്ന ഇത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആ ഒരു ഈശോ തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയോ പേരിന് വേണ്ടിയോ തൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. മരുഭൂമിയിൽ ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ കല്ലുകളെ അപ്പമാക്കാൻ പറ്റും, പക്ഷെ അത് ചെയ്തില്ല. ദാഹിച്ചു വരണ്ട, എനിക്ക് ദാഹിക്കുന്നതെന്ന് നിലവിളിച്ച് പറഞ്ഞപ്പോൾ ശൂന്യതയിൽ നിന്ന് വേണമെങ്കിൽ വെള്ളം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാതെ
അതുപോലെ ക്രൂശിച്ച് അതുപോലെ തന്നെ ഇതുപോലെ പീഡകൾ സഹിക്കുന്നവരോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കാനൊക്കെ ആയിട്ട് ഈശോയ്ക്ക് സാധിച്ചു. ഇവരെയൊക്കെ തുരുത്താനായിട്ടുള്ള എല്ലാ അത്ഭുത സിദ്ധികളും വിശേഷണം. പക്ഷേ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയും ഒക്കെ ലഭിക്കുവാനായി ദൈവത്തിൻ്റെ ആ ഒരു വലിയ നിലപാടുകളോട് ചേർന്ന് നിന്ന ക്രിസ്തുവിനെയാണ് കാണുക. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ ചരിക്കുമ്പോൾ പീഡാനുഭവ വായനയിലൊക്കെ നമ്മൾ കേട്ടതുപോലെ നിലപാടുകളും മറന്ന് ജീവിക്കുന്ന നിരവധി ആളുകളെ കണ്ടു. സദുക്കായരും ഫരിസേയരും നിയമജനും എല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പീലാത്തോസ് പോലും സ്വന്തം ഒരു കൈയകലത്തിൽ സ്വന്തം മുൻപിൽ സത്യം നിൽക്കുമ്പോൾ എന്താണ് സത്യമെന്ന് ചോദിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന പീലാത്തോസ്, സ്വന്തമായിട്ട് ശക്തമായ നിലപാടുകൾ എടുക്കാൻ മടിച്ച പീലാത്തോസിനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നവനാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ അനുയായികളുടെ ഏറ്റവും വലിയ സവിശേഷതയും ഇത് തന്നെയായിരിക്കണം. അതായത് ശക്തമായ നിലപാടുകളുള്ള വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറും. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം ഈശോയുടെ കുരിശിലുള്ള ആ മരണമാണ്. ഈശോ കുരിശിൽ മരിക്കണമെന്നുള്ളത് യുഗാന്ത്യങ്ങൾക്ക് മുമ്പ് വചനത്തിലൂടെ പ്രവചിച്ച കാര്യമാണ്. ശാപത്തിൻ്റെയും അപമാനത്തിൻ്റെയും അടയാളമായ കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി ഈശോ മാറ്റി. കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 18-ാം തിരുവചനമാണ്. രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് പഠിപ്പിക്കുക, ഇത് കുരിശ് മരണത്തിലൂടെ പഠിപ്പിക്കുക. അതായത് ഇനി മുതൽ ഇത് രക്ഷയുടെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷ നേടിത്തന്നത് ഈ കുരിശിലൂടെയാണ്. നമ്മളൊക്കെ പലപ്പോഴും പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താണ്? ആ നല്ല ഭാഷയൊക്കെ ഉണ്ടാകണം, അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ ഉണ്ടാകണം, ഓരോ ദിവസവും ഓരോ പ്രസംഗത്തിലും പുതിയ ഐഡിയാസൊക്കെ ഉണ്ടാകണം, പുതിയ തമാശകളൊക്കെ ഉണ്ടാകണം, ചിരിക്കാനൊക്കെ പറ്റണം, അല്ലെങ്കിൽ ശക്തമായ കുറച്ച് ടോപ്പിക്കുകളൊക്കെ നമുക്കുണ്ടാകണമെന്നൊക്കെ വിചാരിക്കും. അപ്പോസ്തലന്മാരുടെ പ്രസംഗം, ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പറയുക? ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ആണവ കരാറൊന്നും അവർ സംസാരിക്കത്തില്ല. അവർക്ക് ആകെപ്പാടെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചാണ്. വീണ്ടും വീണ്ടും പറയുന്നതിൽ അവർക്കൊരു മടിയോ ആവർത്തന വിരസതയോ ഒന്നുമില്ലെന്നുള്ള കാര്യം വചനത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കുരിശ് രക്ഷയുടെ അടയാളമായി നമ്മൾ കഴുത്തിൽ അണിയുകയും ശരീരത്തിൽ അണിയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവനാണ്. എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ക്രിസ്തുവിൻ്റെ ബലിയിലും രക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് കുരിശ് എനിക്ക് അഭിമാനമാണ്. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ധീരതയോടെ നേരിടാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ അനുയായിയാണ് ഞാൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരു ഊർജവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്രകാരം ഒരു ഊർജം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ഒരു തിരുക്കർമ്മത്തിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട നിലപാടുകൾക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ടോ? ഈശോ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റുപാട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ള പരാതികളാണ്. സ്നേഹം കിട്ടാത്തതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സ്നേഹം കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള പരാതികൾ കേൾക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ചലഞ്ച് സാഹചര്യങ്ങൾ, പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തു എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട്, സ്നേഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ക്ഷമയ്ക്കും വേണ്ടിയൊക്കെ നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരിശിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെ പ്രഘോഷിക്കുന്നവരായി മാറുക, അത് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ജീവിക്കുന്ന അനുയായികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ഈ ഒരു വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന നവീകരിക്കാം. അതിന് വേണ്ട വലിയ കൃപയും അഭിഷേകവും ഒക്കെ ഇന്നത്തെ ശുശ്രൂഷകളിലൂടെയും നമ്മുടെ ധ്യാനങ്ങളിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.